പോയിന്റ് ബേസിൽ കിട്ടുന്ന PR 189, 190, ഈവൻ 491 ആണെങ്കിലും വൺസ് ഒരു ആപ്ലിക്കൻ്റ് ഇത് ഗ്രാൻഡ് ആയി കിട്ടിക്കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ അവർ ഓസ്ട്രേലിയ എൻട്രി ചെയ്തിരിക്കണം? സാധാരണ രീതിയിൽ PR വിസ ആയാലും 491 ആയാലും 190 വിസ ആയാലും ഫസ്റ്റ് എൻട്രി ബിഫോർ എ ഡേറ്റ് എന്നുള്ളത് അതിനകത്ത് തന്നെ ആ വിസ ഗ്രാൻഡ് ലെറ്ററിൽ തന്നെ ഉണ്ടാവും. ആ പീരീഡിനുള്ളിൽ അവർ ഓസ്ട്രേലിയയിൽ എൻട്രി ചെയ്തിരിക്കണമെന്നുള്ളതാണ് അതിന്റെ നിബന്ധന. പക്ഷെ ഇൻ കേസ് നമുക്ക് ആ പീരീഡിനുള്ളിൽ എൻട്രി ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റിനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റിന് രേഖാമൂലം അറിയിച്ചുകൊണ്ട് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. എന്തെങ്കിലും അതിന്റെ വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ അവര് എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ പൊതുവെ ഈ ഒരു ടൈം ഫ്രെയിം എത്ര സമയം? നോർമലി വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തെ ടൈമാണ് അവര് 189 സാധാരണഗതിയിൽ ഒരു വർഷത്തെ ടൈമാണ് അവര് കൊടുക്കാറുള്ളത്. 491 ഒക്കെയാണ് ഒരു വർഷത്തിനുള്ളിൽ, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എൻട്രി ചെയ്യാനുള്ളതാണ് സാധാരണഗതി കണ്ടുവരുന്നത്. ചില സിറ്റുവേഷൻസിൽ ഇപ്പം ഒരു ആപ്ലിക്കന്റിന് എൻട്രി ചെയ്തിട്ട് അവർക്ക് തിരിച്ച് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ PR എത്ര നാളത്തോളം നമുക്ക് ഇത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും? നമുക്ക് PR നഷ്ടപ്പെടാതെ എത്ര കാലം വരെ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും? 5 വർഷത്തേക്കാണ് PR നമുക്ക് ഗ്രാന്റ് ചെയ്ത് കിട്ടുന്നത്. ഈ 5 വർഷത്തിനുള്ളിൽ 2 വർഷക്കാലം നമ്മൾ ഓസ്ട്രേലിയയിൽ നിൽക്കുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞതിന് ശേഷം തന്നെ വീണ്ടും റെസിഡന്റ് റിട്ടേൺ വിസയ്ക്ക് അപേക്ഷിക്കാം. അത് വീണ്ടും ഒരു 5 വർഷക്കാലത്തേക്ക് നമുക്ക് ആ റെസിഡന്റ് റിട്ടേൺ വിസ കിട്ടും. ഈ 2 വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പലപ്പോഴായിട്ട് ഓസ്ട്രേലിയയിൽ എക്സിറ്റ് ചെയ്യുന്ന അതിന്റെ ആ ഒരു പീരീഡ് നോക്കിയിട്ടാണ് 2 വർഷക്കാലം നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഓക്കെയാണ്. മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിലും 2 വർഷക്കാലമെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്നിരിക്കണം. അതേസമയം 2 വർഷത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡന്റ് റിട്ടേൺ വിസയ്ക്ക് അപേക്ഷിക്കാം. പക്ഷെ 1 വർഷത്തേക്കുള്ള ഒരു വിസ ആയിരിക്കും നമുക്ക് തരുന്നത്.